അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുഡിങ്ങും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചക്ക പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്ന് പകുതി ഒഴിച്ചിട്ട് നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. നമുക്കതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് പുഡിങ്ങിലെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. പുഡിങ്ങിന് വേണ്ടി ഞാനിവിടെ ബ്രിട്ടാനിയയുടെ ടൈഗർ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ചക്ക ശർക്കര പാവ് ഒഴിച്ച് ഒന്ന് അടിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഫ്രഷ് ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുടുവെള്ളത്തിൽ കാപ്പിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് വാനില എസൻസും പഞ്ചസാരയാണ് ഈ പുഡിങ്ങിലേക്ക് വേണ്ടത്. നമ്മളെടുത്തിട്ടുള്ള ഈ ചക്കച്ചോളം നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചക്ക കഴിക്കാൻ. എല്ലാം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര ഒന്ന് അലിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇങ്ങനെ അലിഞ്ഞു വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പിലും കുറച്ചധികം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിനുള്ള സോസ് റെഡിയാക്കാം. നമ്മളിവിടെ ചൈന ഗ്രാസ് പാലിൽ കുതിർത്താൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചക്ക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ ചക്കയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചക്ക ഒരുവിധം വെന്തിട്ടുണ്ട്. ചക്കയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിവിടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചക്ക അരച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കുന്നത് ഞാൻ ചക്ക പായസത്തിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത്. ഇത് നമ്മൾ ചക്ക പിന്നെ ശർക്കരപ്പാവ് ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് പശുനെയ്യും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ബിസ്ക്കറ്റ് ഈ കാപ്പിയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം. ഇത് ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് അതിൻ്റെ അളവ് കൂട്ടുക, അല്ല കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഈ കാപ്പിയിൽ മുക്കിയ ബിസ്ക്കറ്റും ആ ചക്കയും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഈ ബിസ്ക്കറ്റ് കാപ്പിയിൽ മുക്കി കഴിക്കുന്ന സമയത്ത് ഈ ചക്കയുടെ ഈ
ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ അരച്ചിട്ടുണ്ടാക്കിയിട്ടില്ലേ, അത് കൂടി ഇക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ നീ ഇതൊന്ന് പുഡിങ് ഉണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കാനുള്ള കാരണം. അപ്പോൾ ഞാൻ വാനില എസൻസ് ഒഴിക്കാൻ മറന്നുപോയിരുന്നു. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയറായിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഈ ചൈന ഗ്രാസിൻ്റെ മിക്സ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൈന ഗ്രാസിൻ്റെ ഈ ഒരു മിക്സിനും കൂടി ചക്കൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ള ചക്കയിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ചക്ക കഴിക്കാനൊക്കെ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം. ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ശരിയാവുന്നില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചിലർക്കൊന്നും ചക്കൻ്റെ മണം തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പുഡിങ്ങിലാവുമ്പോൾ അങ്ങനെ ഒരു ചക്കൻ്റെ മണം നമുക്ക് അത്രയൊന്നും തോന്നില്ല. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ചക്കയുടെ മണം കാരണം ചക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. ഇതുപോലെ ചക്ക പുഡിങ് ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.